മഴ പെയ്തു തുടങ്ങിയാൽ ഞങ്ങൾ സ്ഥിരം വിസിറ്റേഴ്സ് ആട്ടോ നമ്മുടെ ആശുപത്രിയിലെ. മൂക്ക് പിഴിഞ്ഞാൽ മുന്നാടി എന്ന് പറഞ്ഞ പോലെ പൊന്നാച്ചി നല്ലപോലെ രീതി മൂക്കൊക്കെ പിഴിയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് പുതിയൊരു വീടൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു കുടുംബം മൊത്തം ഭാരം പുറത്ത് ചുമന്നുകൊണ്ടാട്ടോ പോകുന്നത്. കാരണം വെള്ളമുണ്ട്, തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാമായിട്ട് ഞാൻ ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത്. കാര്യം പറഞ്ഞാൽ 2 വളവിനപ്പുറം ആശുപത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് ഇറങ്ങുന്ന വഴി ഈ പിള്ളേർക്ക് വിശക്കും കേട്ടോ. ഈ പിള്ളേർ വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വെക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കുടുംബം മൊത്തമായിട്ട് ഇങ്ങനെ പോകുന്നത്. കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്തിന് മഹാത്മാനഗർ എന്നാട്ടോ പേരിട്ടേക്കുന്നത്. ഞാനൊക്കെ വന്നതിന് ശേഷം കേട്ടോ മഹാത്മാനഗർ എന്ന് പേരിട്ടത് കേട്ടോ. കുറേ മഹാന്മാരും മഹതികളും ഉള്ളതുകൊണ്ടാണ് ഈ മഹാത്മാനഗർ എന്ന് പേരിട്ടേക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള മഹാന്മാർ കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വഴിയെ പോവുക കേട്ടോ. വഴി നീളെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെളി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ ചെടികളൊക്കെ ആട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ചെളിക്കൂട്ടമായിരുന്നു കേട്ടോ ഇത്. ഞങ്ങളുടെ പപ്പ ഈ അരികത്തു നിന്നൊക്കെ കുറേ മെറ്റിലുകളും സാധനങ്ങളും എല്ലാം പെറുക്കി ഇതൊക്കെ നികത്തി പെറുക്കി അങ്ങ് ഇട്ടേക്കുന്ന കേട്ടോ, വണ്ടിയൊക്കെ പോകാൻ പാകത്തിന്. അപ്പം ഞങ്ങളുടെ കുഞ്ചി പറയുന്നത് എന്നാണെന്നറിയുമോ, റംബുട്ടാനെ നമ്മുടെ വീട്ടിൽ റംബുട്ടാൻ വേണമെന്നുണ്ട്. അവൾ റംബുട്ടാൻ എന്നല്ല പറയുന്നത്, ഡെമ്പുട്ടാന്നോ റെണ്ടുട്ടാന്നോ അങ്ങനെയൊക്കെ കേട്ടോ അവൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറച്ചിലൊക്കെ കഴിഞ്ഞു കൊണ്ട് അത് ഈ ഒരു കുഴിക്കകത്താണ് പപ്പ മെറ്റിലെല്ലാം പെറുക്കിയിട്ട് നല്ല നികത്തി നല്ല സെറ്റാക്കി നടക്കാൻ പാകത്തിന് വഴിയാക്കി ഇട്ടേക്കുന്നത് കേട്ടോ. വഴി നീളം മഴയൊക്കെ പെയ്ത് ആകെ അലങ്കോലമൊക്കെ ആയിട്ട് കിടക്കുക കേട്ടോ. തെന്നി തെറിച്ചൊക്കെ കിടക്കുവാണ് കുറേ സ്ഥലങ്ങളിലൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത ആശുപത്രിയിൽ തന്നെയാണ്. പക്ഷേ ഞാൻ വീഡിയോ ഒന്നും പിടിക്കില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, പുതിയൊരു സിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അതെ കാര്യം വീഡിയോ പിടിക്കണമെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ പ്രത്യേക പെർമിഷൻ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഇപ്പോൾ പിടിക്കാൻ പോയില്ല കേട്ടോ. അപ്പോൾ വഴിയേ പോകുന്നപ്പോൾ ഇവർമാർക്കെല്ലാം തിരിച്ച് ഞാൻ വരുവാ കേട്ടോ. തിരിച്ച് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവർമാർക്ക് കുറേ പൂച്ചെടിയൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പൊന്നാച്ചിക്ക് ചീരയുണ്ട്, നമ്മുടെ കറി വെക്കുന്ന ചെക്രോണസ് ചീര കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ നടപ്പെല്ലാം കണ്ട് ഞങ്ങളെ നോക്കിക്കൊണ്ട് ഒരാളെങ്ങനെ മതിലേലിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.